ഇതാണ് ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ മെയിൻ ഭാഗം. മെയിൻ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ലേഡി എന്ന പേരുണ്ടെങ്കിലും ഗ്രീൻ എന്ന് വന്നതാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ച്. അവിടെ ഒരു ഗ്രീൻ ഹോമിയോപ്പതിക് ക്ലിനിക്കാണ്, മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ്. ഒരുപാട് ഡോക്ടേഴ്സ് ഹോമിയോയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് വരുന്നൊരു ക്ലിനിക്കാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഗ്രീൻ ലേഡി. അങ്ങനെയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്, ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അതാണ് ഗ്രീൻ ലേഡി. വൈഷ്ണവ്സ് ഗ്രീൻ ലേഡി എന്ന് പറഞ്ഞാൽ ആ ചാനലിൻ്റെ പേര് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലിനിക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ, എടപ്പാൾ ഗോൾഡൻ ടവറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഫെഡറൽ ബാങ്കും ആക്സിസ് ബാങ്കും ഒക്കെ ഉള്ള അതേ ഫ്ലോറിലാണ് നമ്മളുടെ ഈ ക്ലിനിക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉള്ളിലോട്ട് പോവാം. സൺഡേ ആയതുകൊണ്ട് ക്ലിനിക്കിൽ പേഷ്യൻസൊക്കെ ഒന്നുമില്ല, ക്ലയൻസ് ഡോക്ടേഴ്സും ഇല്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിനിക്കിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഗ്രീൻ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഞങ്ങളുടെ ക്ലിനിക്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എന്തിനൊക്കെയാണ് മുന്നിൽ മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് മെയിൻ ഡോക്ടർ സ്കിന്നിനും ഹെയർ ലോസിനും എല്ലാത്തിനും മെയിനായിട്ട് സ്കിൻ, ഹെയർ, അതേപോലെ തന്നെ ഗൈനക് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, അങ്ങനത്തെ എല്ലാ സെക്ഷൻസിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ മെയിൻ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ സ്നിഷ വിനോദാണ് ഇവിടുത്തെ മെയിൻ ഹെഡ്. അവരുടേതായിട്ടുള്ളത് ഞാൻ പറയുന്ന സ്കിൻ, ഹെയർ, അതിന് നമ്മൾ ബാക്കി ഹോമിയോ ക്ലിനിക്കുകളിൽ നിന്ന് ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ പാർലർ ട്രീറ്റ്മെൻറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ഹെയർ പാക്കുകൾ, ഹോമിയോ മെഡിസിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ, അതേപോലെ ഫേസിൽ ഇപ്പോൾ ആക്നെക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആവുമ്പോഴും അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്, അലർജി അങ്ങനത്തേനൊക്കെ ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടീഷ്യൻസ് വന്നിട്ട് അവരുടെ രീതിയിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അതാണ് ഇവിടെ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയറിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. സ്കിന്നിൻ്റെ ഇഷ്യൂസ്, അതേപോലെ തന്നെ ബ്രൈഡൽ ആവുന്ന ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂസ്, എന്ത് സ്കിന്നും ഹെയറുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്യൂസ്. അത് ലേഡീസ് മാത്രമല്ല, ലേഡീസിന് ഞങ്ങളിവിടെ പാർലറിൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളതെങ്കിലും ജെൻസിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളുടെ മെഡിസിൻ അവർക്ക് കറക്റ്റായിട്ട് ഇതാക്കുന്നുണ്ട്. അങ്ങനെ അതാണ് മെയിൻ സെക്ഷൻ. സ്കിൻ ആൻഡ് ഹെയർ ആണ് നമ്മുടെ ഗ്രീനിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന് പുറമെ തന്നെ നമ്മുടെ ഡെയിലിയുള്ള വരുന്ന ഡോക്ടറാണ് സ്നിഷ വിനോദ്. അതല്ലാതെ നമുക്ക് മെയിനായിട്ട് കുറേ ഡോക്ടേഴ്സ് വേറെ വരുന്നുണ്ട്. ഡോക്ടർ വിജയരാജ് സാർ ഉണ്ട്. വിജയരാജ് സാർ എന്ന് പറഞ്ഞാൽ ഓർത്തോ ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, അങ്ങനത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും കറക്റ്റായിട്ട് വരുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോമിയോ ഡോക്ടറാണ്. അങ്ങനെ വേറെ കുറേ ഡോക്ടേഴ്സ് ഇവിടെ കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ആണ് വേണ്ടതെങ്കിൽ പ്ലീസ്, ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഇതിലാണ് നമ്മൾ പാർലേഴ്സ് എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫേസ് പാക്ക്, അങ്ങനത്തെ നമ്മുടെ സ്കിൻ, ഹെയർ ആയിട്ടുള്ള ഒരു പാർലർ സെറ്റപ്പിൽ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നടക്കുന്നത്. അതിപ്പോൾ പെഡിക്യൂർ, മാനിക്യൂർ, അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഒരുപാട് ഇഷ്യൂസിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഈ ഗ്രീനിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുണ്ട്. അവരുടെ സേവനം നന്നായിട്ട് വരും. ഇപ്പോൾ കുട്ടികളുടെ പഠന വൈകല്യത്തിനുള്ളതാണ്, ഫാമിലി ഇഷ്യൂസിനുള്ളതാണ്, ഒന്നില്ലെങ്കിൽ എൻ്റെ ഗ്രീൻ ലേഡിയിൽ തടി കുറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിന് വരെ നമ്മൾ കൊടുക്കുന്നത് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും എല്ലാം വളരെ എഫക്റ്റാണ്. അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 സൈക്കോളജിസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാനിതിൽ താഴെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം, ഡോക്ടറിനെ കാണാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാൻ ഡോക്ടേഴ്സിനെയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഞങ്ങളുടെ ബ്രാഞ്ച്. ഈ ഗ്രീൻ ഹോമിയോപ്പതിയുടെ ഒരു പാർട്ടായിട്ടുള്ളതാണ് ഗ്രീൻ ലേഡി. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഗ്രീനിന് റിസപ്ഷനിലാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എല്ലാ എൻട്രി ചെയ്യണതും എല്ലാ ജോയിൻ ചെയ്യണതും എല്ലാതും. ഓക്കെ, ഇവിടെ ഹോമിയോന്റെ മെഡിസിൻസ് സപ്ലൈ അല്ല, ബാക്കിയുള്ള ആർക്ക് വന്നിട്ട് മേടിക്കാനുള്ള ഫാർമസി രീതിയിലാണ്. അല്ലാതെ നോർമലി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു ഹോമിയോന്റെ ഒരു ഫാർമസിയാണിത്. ഓക്കെ, ഇവിടെ ശരിക്കും നോക്കി നമ്മൾ ഫേസിന് വേണ്ടിയിട്ട് എല്ലാതും സ്കിൻ കെയർ ആയിട്ടുള്ള ഒരുപാട് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ഓരോ ബ്രാൻഡിന്റെ പിന്നാലെ പോകുന്നതിന് പുറമെ നമുക്ക് ഹോമിയോന്റെ മെഡിസിൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള കുറേ ട്രീറ്റ്മെന്റ്, പൈനായിട്ടുള്ളതായാലും ഫേസിനായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഈ കുറേ കമ്പനി ഉണ്ട്, ബാക്സൺ, സണ്ണി, SBLs, അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. ഇവരുടെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് അപ്പം ഞങ്ങളുടെ
റിസപ്ഷൻ. ഓക്കെ, ഇതാണ് എൻ്റെ ഗ്രീൻ ലേഡി. അപ്പൊ നമുക്ക് ഗ്രീൻ ലേഡിയിലോട്ട് കിടക്കാം. ഗ്രീൻ ലേഡിയുടെ ഇന്ത്യയിൽ നമ്മൾ ഒരുപാട് വട്ടം എല്ലാ വീഡിയോസിലും ഞാൻ ഒട്ടുമിക്ക വീഡിയോസും ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ ലേഡി വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ക്ലിനിക്കിലെ കുറിച്ചിട്ട് ഗ്രീൻ ലേഡിയിലത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് ഡ്രസ്സിംഗ് റൂം. എല്ലാം ഡ്രസ് ചെയ്യാനും അത് എഴുതാക്കാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് ആണ്. വളരെ വലിയൊരു സ്പേസിൽ വലിയൊരു സംഭവം എന്നല്ല, വളരെ ചെറിയതായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഇവിടെ എത്ര ആൾക്കാരിന് അത്ര ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഏരിയയാണ്. പിന്നെ മെഷീൻസ് പറഞ്ഞാൽ നോർമൽ ജിമ്മിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മെഷീൻസ് വളരെ കുറവാണ്. ഞാൻ ജസ്റ്റ് കൂടുതലും നമ്മൾ വർക്കൗട്ട്സ് ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ മെഷീൻസ് ഒന്നും ഇല്ലാത്ത വർക്കൗട്ട്സ് തന്നെയാണ് എല്ലാവർക്കും. കാരണം വീട്ടിൽ പോയിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള വർക്കൗട്ട്സ് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷൻ ഉണ്ട്, അത് ഞാൻ ഇതിങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫിസിയോതെറാപ്പിക് എക്യുപ്മെന്റ്സ് കുറച്ചുണ്ട് സ്ലിമ്മിങ്ങിന് വേണ്ടിയിട്ട്. ആ കുറച്ച് എക്യുപ്മെന്റ്സും കൂടി നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് നമുക്ക് ക്ലിനിക്കിലെ ഓരോ എക്യുപ്മെന്റ്സ് ആയിട്ട് കാണാം. ഓക്കെ, ഇത് പറഞ്ഞാൽ നോർമലി ഒരുപാട് ജിമ്മുകളിലും വീടുകളിലും എല്ലായിടത്തും ഉള്ളതാണ്. അബ്ഡോമിന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവമാണ്. ഇങ്ങനെ ഇതിൽ നിന്ന് ക്രഞ്ചസ് അങ്ങനത്തെ എല്ലാം ചെയ്യുന്നത് ഇത് അബ്ഡോമിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. എത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതുള്ളൂ, വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നുള്ളതില്ല. ലേഡീസിന് എല്ലാവർക്കും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഒന്ന്. നെക്സ്റ്റ് വൺ സെയിം തന്നെയാണ്, അബ്ഡോമിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നത്. ഇതും കുറച്ച് 60 ടൈംസ് ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നു. പക്ഷെ ഇതിനൊന്നല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫുള്ള് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന എക്സസൈസുകൾക്കാണ്. നമ്മൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ്സ് വയ്ക്കുക, ഈ മെഷീൻസ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ വെയിറ്റ് എടുത്തുള്ള വർക്കൗട്ട്സൊക്കെ ഹെൽപ്പ് നല്ലത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഒന്നും കൂടി കൊടുക്കുന്നത് ഇങ്ങനത്തെ വർക്കൗട്ട്സാണ്. നോർമലി ട്വിസ്റ്റർ ആണ്. ഇതും എല്ലാ വീടുകളിലും എല്ലായിടത്തും ഞാനിപ്പോൾ സെയിം ആയിട്ടൊന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് നല്ല ഇതാണ് നമ്മുടെ വർക്കൗട്ടിന്റെ സെക്ഷനിലുള്ള കുറച്ച് എക്യുപ്മെന്റ്സ്. പിന്നെ നോർമലി എല്ലായിടത്തും ഉള്ളത് പോലെ തന്നെ ഒരു ഫിറ്റ്നസ് സെന്റർ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ത്രെഡ്മില്ല്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ത്രെഡ്മില്ല്. ഒരു ത്രെഡ്മില്ല് തന്നെ ഉള്ളൂ, കാരണം നമുക്കിപ്പോൾ അത്ര ആ രീതിയിലുള്ളതിൻ്റെ പോകുന്നത്. ടൈം 20 മിനിറ്റ്സ് നമ്മൾ എല്ലാ ക്ലയൻസിനും കൊടുക്കുന്നു. അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നു. അത് ഓരോരുത്തർക്ക് അനുസരിച്ച്, എല്ലാവർക്കും 20 മിനിറ്റ്സ് എന്നല്ല, ഓരോരുത്തരുടെ കപ്പാസിറ്റി ഇതിനനുസരിച്ചിട്ട് ഇതാക്കുന്നു. ഇത് മാക്സിമം സ്പീഡിൽ അതൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് പറഞ്ഞു തരും. ഓക്കെ, പിന്നെ ഒരു മൾട്ടി ജിമ്മാണുള്ളത്. മൾട്ടി ജിമ്മിൽ എല്ലാ ലോവർ ബോഡി വർക്കൗട്ട്സ് ഉണ്ട്, അതുപോലെ അപ്പർ ബോഡി ഉണ്ട്, അങ്ങനെ ഫുൾ ചെസ്റ്റിനുള്ളതുണ്ട്, ഷോൾഡർ ഉണ്ട്, ബട്ടക്സ് ഉണ്ട്, എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു വെയിറ്റ് വെച്ചിട്ടുള്ളത്. ഇതും ഓരോരുത്തരുടെ ഏജിനും കപ്പാസിറ്റിയും ബോഡിയുടെ ലെവലൊക്കെ അനുസരിച്ച് ലേഡീസിന് നമ്മൾ 30+, 40 ഒക്കെ ആകുമ്പോൾ അവർക്ക് വെയിറ്റ് എടുത്ത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വർക്കൗട്ടിനൊക്കെ അവർ കപ്പാസിറ്റി ആകുമ്പോൾ അത് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചെറിയൊരു ഷൂ റാക്ക്, കുറച്ച് കാര്യങ്ങൾ വെയിറ്റ് നോക്കുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന ലേഡിയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫിസിയോതെറാപ്പിക് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അതിലോട്ട് പോവാം. ഇവിടെ നമ്മൾ കുറച്ച് മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. ആ മെഷീൻസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, ഇത് അൾട്രാസൗണ്ട് കാവിറ്റേഷൻ എന്നുള്ളൊരു മെഷീനാണ്. ഓക്കെ, ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് നല്ല സ്കിൻ സാഗ് ചെയ്തവർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആയിട്ട് വരിക, അതേപോലെ ഒരുപാട് സ്ട്രെച്ച് മാർക്സും അങ്ങനെ വന്നിട്ട് സ്കിൻ ആകെ നാശമായവർക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. അബ്ഡോമിന് ഒരു ഇതായിട്ടും കുറയാത്തവർക്ക് ഉണ്ടാവും. ഇത് നമ്മൾ വീക്ക്ലി വൺസ് ഇത് യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല. വീക്ക്ലി വൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. വീക്ക്ലി വൺസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മൾട്ടിപോളാർ RF എക്സ്ക്ലൂസീവ് ഗ്രീസ് മെഷീൻ. ഓക്കെ, ഫാറ്റ് കാവിറ്റേഷൻ സ്ലിമ്മിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു മെഷീനാണ്. ശരിക്കും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ്. ഓക്കെ, ഇതിൽ 14K എന്ന് പറഞ്ഞിട്ട് അൾട്രാസൗണ്ട് വേവ്സിൻ്റെ ഇതുണ്ട്. വാക്വം പ്ലസ് ബൈപോളാർ RF ഉണ്ട്, ബയോ
എന്നിട്ടുണ്ട് ട്രൈപോളർ RF ഉണ്ട്, ഫേസ് RF ഉണ്ട്, ഇങ്ങനെ കുറെ സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യൂം വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇത് ഓരോ ഹെഡിന് ഓരോ ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് വാക്യൂം വെച്ചിട്ട് പിന്നെ RF വേവ്സ് പറഞ്ഞിട്ടുള്ള വേവ്സ് വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് അൾട്രാസൗണ്ട് കാവിറ്റേഷൻ വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഇടയിൽ ഒരു ചെറുത് കണ്ടോ, ഇത് അണ്ടർ ഐ ഉള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അണ്ടർ ഐ നോർമലി ചെറുപ്പം തൊട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ളത് തന്നെയാണ്. അതല്ലാതെ പെട്ടെന്നൊക്കെ വന്നിട്ട് സ്കിന്നിനൊക്കെ ഇതായിട്ടുള്ളവർക്ക് ശരിക്കും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് അണ്ടർ ഐ ചെയ്യാനുള്ള സംഭവമാണ്. ഇത് നമ്മുടെ ഫേസ് മസിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫേസിന് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മുഖക്കുരു വരെ ആക്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഡബിൾ ചിൻ ഫേസിന്റെ ഏരിയയിലത്തെ മസിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത്. അതേപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ RF വേവ്സിന്റെ ഒരു സംഭവമാണ്. ഇത്രയാണ് ഉള്ളത്. ഇത് നമ്മൾ വീക്ക്ലി വൺസ് വെച്ചിട്ട് യൂസ് ചെയ്യുക. അത് ഓരോരുത്തരുടെ ബോഡി നേച്ചറിനനുസരിച്ചിട്ട് ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ട് ഒക്കെ യൂസ് ചെയ്യും. ശരിക്കും നല്ല റിസൾട്ട് പറയുന്നുണ്ട്. ഒരിക്കലും സാഗ് ചെയ്തിട്ടൊക്കെ ഭയങ്കര ചാടി നിന്നവരൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് കേട്ടോ, അവർക്ക് നല്ല റിസൾട്ട് പറയുന്നുണ്ട്. ഇതാണ് ഒരു മെഷീൻ. ഇത് വീക്ക്ലി ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ചുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വർക്കൗട്ടിന്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ഡീപ് ഹീറ്റ് തന്നെ. ജോഹരി ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഡീപ് ഹീറ്റ്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് അബ്ഡോമിന് ഈ ബെൽറ്റ് വെച്ചിട്ട് ഇത് ഡീപ് ഹീറ്റ് വേവ്സ് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ അബ്ഡോമിന് ചെയ്യാൻ പറ്റും, അതേപോലെ തൈസിന് ചെയ്യാൻ പറ്റും, അതേപോലെ ആംസിന് ഏത് ഏരിയയിലാണ് ഫാറ്റ് കൂടുതലുള്ളത് വെച്ചെങ്കിൽ ആ ഏരിയയിലേക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഹീറ്റ് തെറാപ്പി എന്ന് പറഞ്ഞൊരു രീതിയിലുള്ളതാണ്. ഇത് സ്ലിമ്മിങ്ങിന് ശരിക്കും നല്ല എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ രണ്ട് മെഷീൻ. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഷീനുണ്ട്. അപ്പോൾ ഈ രണ്ട് മെഷീൻ കണ്ടല്ലോ, ഇതാണ് എൻ്റെ ക്ലിനിക്കിൽ സ്ലിമ്മിങ് സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത മെഷീൻ. ഓക്കെ, ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നതാണ് എനിക്കിവിടെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും എഫക്റ്റ് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതും ആയിട്ടുള്ള ഒരു മെഷീനാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഇതൊരു സ്റ്റിമുലേറ്റർ ആണ്, നമ്മളെ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇതിന്റെ പേര് തന്നെ നിങ്ങൾക്ക് നോക്കി ഇലക്ട്രോണിക് മസിൽ എക്സസൈസർ എന്നാണ്. ഓക്കെ, ഇത് ജൊഹാരി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ്. എനിക്ക് നല്ലൊരു എഫക്റ്റ്, ശരിക്കും നല്ല എഫക്റ്റ് തോന്നിയിട്ടുള്ള ഒരു മെഷീൻ. ഏത് ഏരിയയിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. അബ്ഡോമൻ, തൈസ്, ബട്ടക്സ്, കൈ, ബ്രസ്റ്റ്, ഏത് ഏരിയയിലേക്കും ശരീരത്തിന്റെ ഏത് ഏരിയയിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ്. എവിടെയാണോ നിങ്ങൾക്ക് ഫാറ്റ് കൂടുതലുള്ള ആ ഏരിയയിൽ നമുക്ക് ഇതാക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇലക്ട്രിക് വേവ്സ് പോയിട്ട് മസിൽസിനെ എക്സസൈസ് ചെയ്യിപ്പിക്കും, മസിൽസിന്റെ മൂവ്മെന്റ്സ് കൊടുക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ചെയ്യുന്നു ഒരു എക്സസൈസ്, ഹാഫ് ആൻ അവർ എക്സസൈസ് ചെയ്യുന്നു. അതേപോലെ ഹാഫ് ആൻ അവർ ഈ ഒരു മെഷീൻ ചെയ്യുമ്പോൾ ഈ മെഷീൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് 3 അവർ 3 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അത്രയും നമ്മളായിട്ട് കുറെ പേര് ഓവർ വെയിറ്റ് ഉള്ളവർക്കൊന്നും പെട്ടെന്ന് എല്ലാ എക്സസൈസും ഒരുപാട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പതുക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നീ പെയിൻ ഉള്ളവര്, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര്, ഒരുപാട് ടൈമൊക്കെ കൂടുതൽ എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവര്, അങ്ങനത്തെ ഒരു സത്യമായിട്ടും അതങ്ങനെ തന്നെ മടിയുള്ളവര്, എക്സസൈസിനോട് അങ്ങനെ അതാക്കിയിട്ടുള്ളവര്, നീ പെയിൻ അതൊക്കെ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവില്ല, അവർക്കൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഈ ഓപ്ഷനാണ്. അപ്പം ഞാൻ എപ്പോഴും ഫിറ്റ്നസിന് എക്സസൈസ് ആണ് ഫസ്റ്റ് പറയുന്നത്. എല്ലാതും കഴിഞ്ഞിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതും കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും ലിഫ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാഗ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന ഒരു മസിൽസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അതിനൊന്ന് ലിഫ്റ്റ് ചെയ്യുക, ടൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. പിന്നെ ഇഞ്ച് ലോസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, ഫേമിങ് ആൻഡ് ടോണിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഇത്രയും പല രീതിയിൽ ഇതിപ്പോൾ ഓരോ ക്ലയൻസിന് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ലീഡ് വെച്ചിട്ട് ഈ ലീഡ് വെച്ചിട്ട് ഏത് ഏരിയയിലാണോ നമുക്ക് ഫാറ്റ് കൂടുതൽ അത് അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് ഒരേ സമയത്ത് നമുക്ക് 2 ക്ലയൻസിനെ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതാണ് അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്. ഇതൊക്കെയാണ് പാക്കേജുകളാണ് നമുക്കുള്ളത്. സ്ലിമ്മിങ് സെക്ഷന്റെ പാക്കേജ്, ഫിറ്റ്നസിന്റെ പാക്കേജ്, വർക്കൗട്ടിന്റെ പാക്കേജ്, ഇങ്ങനത്തെ കുറച്ച് പാക്കേജസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ ഗ്രീൻ ലേഡിയിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി നിങ്ങളുടെ എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ ഒരുപാട് എക്സസൈസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഉള്ളത്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ക്ലിനിക്കിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കലുണ്ട്, എന്ത് ക്ലിനിക്കാണ്, എന്താണ് ചെയ്യുന്നത്. അപ്പം ഈ ക്ലിനിക്ക് നോക്കി നടത്തലാണ് എൻ്റെ ജോലി. ഇവിടെ ക്ലയൻസിനെ നോക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. അത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, എടപ്പാളാണ്. എടപ്പാൾ പൊന്നാനി റോഡിന് ജസ്റ്റ് ഒരു 100 മീറ്റർ, ഒരു 200 മീറ്റർ ഇല്ല, 100 മീറ്ററിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ടവർ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ഓഡിറ്റോറിയം, ഫെഡറൽ ബാങ്ക് അങ്ങനെയൊക്കെയുള്ള ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രീൻ ഹോമിയോപ്പതിയുടെ ഞങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഗ്രീൻ ലേഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് എൻ്റെ ക്ലിനിക്ക്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ നേരിട്ട് വരാൻ പറ്റുന്നവരെല്ലാം, വരണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക.
താഴെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. ഹോമിയോൻ്റെ ട്രീറ്റ്മെൻറ്റ്സിന് ഡോക്ടറിനെ കണ്ടിട്ട് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഗ്രീൻ ലേഡി, എന്തുകൊണ്ടാണ് ഞാൻ ഈ പേരിട്ടത്, എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ വൈഷ്ണസ് ഗ്രീൻ ലേഡിയുടെ ഗ്രീൻ ലേഡി. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ, സീ യു.